അപ്പോൾ ഒരു വാം വെൽക്കം ബാക്ക് ടു അവർ ഷോ. അപ്പോൾ ഇന്ന് പതിവ് പോലെ തന്നെ രാവിലെ നമ്മൾ ആഹാരഭവൻ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു, വർക്കിംഗ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടികളൊക്കെ തീർന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് നല്ല ടേസ്റ്റുള്ള കാര്യം തന്നെ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, അപ്പം ഈവനിങ് നടക്കാൻ ഇറങ്ങിയാണ് ആകാശമുണ്ട്. അപ്പം നമ്മളെന്താ സംഭവിച്ചാൽ ഇന്ന് രാവിലെ വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ആകാശമാണ് ഫസ്റ്റ് എത്തിയത്. ബാക്കിയുള്ള ആൾക്കാർ എത്തി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് വർക്കിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. കാര്യങ്ങൾ കാണിച്ചു തരാം. ഇന്ന് വേറെ ടൈപ്പ് ഓഫ് ഫുഡുകൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുൾ മലയാളി ഫുഡുകളാട്ടോ ഇവിടെ അധികമുള്ളത് അല്ലേ. ഏകദേശം ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡൊന്നും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് അല്ലേ. സാധനം കറക്റ്റാണ്, സേഫും അല്ല അല്ലേ. മെല്ലെ ട്രൈ ചെയ്യാം. പെട്ടെന്ന് പോയിട്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് ഞാൻ ഇപ്പോൾ ഷോർട്ട് നോട്ടീസിലല്ല വന്നത്. അപ്പോൾ 4-5 ദിവസമൊക്കെ വരികയാണെങ്കിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞത് നമുക്കറിയണ അല്ലെങ്കിൽ കഴിച്ച് പരിചയമുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കണതാണ് ബെറ്റർ. അല്ലെങ്കിൽ ഫുഡൊക്കെ ഇൻഫെക്ഷനൊക്കെ അടിച്ച് സീനാവും. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് സേഫറായിട്ടുള്ള സാധനങ്ങൾ ബിഗിനേഴ്സ് അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത്? അൽത്താസ കേട്ടോ. നമ്മുടെ പിന്നെ കോഴിക്കോടൊക്കെയുള്ള സാധനമാണ് അൽത്താസ. അവിടെ പോയി നോക്കാം എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ട്. നമ്മളെ കേരളത്തിൽ അതേ ടേസ്റ്റ് തന്നെയാണോ നോക്കി ടെസ്റ്റ് ചെയ്ത് തരാം. അതേ ഇപ്പം പറ്റുള്ളൂ. ഞാൻ അടുത്ത പ്രാവശ്യം വരവിൽ നമുക്ക് ഗംഭീരമാക്കാം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നൈറ്റാന്ന് ഫീൽ ചെയ്യില്ല അല്ലേ. ഫുൾ പ്രകാശം കേട്ടോ, ഫുൾ വെളിച്ചാണ്. ഇതിപ്പോൾ നമ്മളെ 3rd ഡേ ആണ്. നാളെ നമ്മൾ വീട്ടിൽ പോകും കേട്ടോ. ഓൾമോസ്റ്റ് ലാസ്റ്റ് നൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നാളെ നമ്മൾ ട്രെയിനിലാണ് എറണാകുളത്തേക്ക് പോകുന്നത്. കല്യാണം ഉണ്ട് അഞ്ജുവിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് സംഭവം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എന്താ വെച്ചാൽ ബാംഗ്ലൂർ രാത്രി കണ്ടിട്ട് തോന്നിയിട്ട് ബാംഗ്ലൂർ ഉറങ്ങാറില്ല എന്നാണ് തോന്നിയത്. അത്രമാത്രം പ്രകാശമാണ് രാത്രിയൊക്കെ. അപ്പം നമുക്ക് ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങൾ ആലോചിക്കണം, വർക്കിംഗ് ഡേ രാത്രിയാണ് കേട്ടോ, തിങ്കളാഴ്ച രാത്രിയാണിത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനും ചെറിയ വാക്കിനൊക്കെ നടക്കാനും അങ്ങനത്തെ കുറച്ച് സ്വരമൊക്കെ പറഞ്ഞ് നടക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ചെയ്യാനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ബാംഗ്ലൂർ ലൈഫ് പറഞ്ഞത്. നമുക്ക് ബോറടിക്കൂല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരേക്കൊക്കെ ഞാൻ എന്തോ നാട്ടിലേക്ക് വന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ 2018 ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു വലിയ കാര്യം. പക്ഷെ അവിടെ വർക്കൊന്നും ശരിയായില്ല, അങ്ങോട്ട് പോകുന്നു. അവിടെ തന്നെ പിടിച്ച് നിന്നാൽ മതിയായിരുന്നു. ഞാൻ വെറുതെ നാട്ടിലേക്ക് വന്നു. ഇപ്പം തോന്നുന്നു അങ്ങനെ മതിയായിരുന്നു എന്ന്. അതാണ് ആൾക്കാർ ബാംഗ്ലൂർ പോയാൽ തിരിച്ചു വരാത്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടോ. നല്ല ക്ലൈമറ്റാണ്, നല്ല ആരും നമ്മുടെ എന്താ പറയുക, നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ ആരും വരില്ല. നമുക്ക് നമ്മുടേതായ ലൈഫ്. അപ്പോൾ നിങ്ങൾ ഒരു ന്യൂലി മാരീഡ് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബാംഗ്ലൂർ പോകുന്നത് നല്ലൊരു ചോയ്സ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് നമ്മൾ സാധ്യത ഞാൻ കുറേ നേരം ഇത് നോക്കിയിരുന്നു. എന്ത് വൃത്തിയാണ് കേട്ടോ. നമ്മളെന്താ പറയുക, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും അൽത്താസ ഒരു സ്റ്റാൻഡേർഡ്, ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തൊരു സ്ഥാപനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ നിന്നല്ലേ നിങ്ങൾ ഭയങ്കര ക്ലീനാണ്. അവരാണെങ്കിൽ ഹൈജീനിക് ആയിട്ടാണ് ഫുൾ കാര്യങ്ങൾ നോക്കുന്നത്, മെജോറിറ്റി ഓഫ് കാര്യങ്ങളും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ ആ ഒരു ഗ്ലാസ് ഏരിയ. നമുക്കൊക്കെ ചില ഷോപ്പൊക്കെ വെറുതെ റോഡിൻ്റെ സൈഡിലേക്ക് പുറത്തേക്ക് ഇങ്ങനെ തുറന്നിട്ടിക്കല്ലേ ഉണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല. ഒരു കോമൺ ഒരു ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് കൊണ്ടൊക്കെ ഒരു മറിച്ചിട്ടുള്ള, അതും ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് വിഷന് ഒരു പ്രശ്നവുമില്ല. അഡ്വർടൈസ്മെന്റും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വൃത്തിക്ക് വൃത്തിയും ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും കയ്യിൽ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങളും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഇത് കണ്ടല്ലോ നമ്മൾ, എല്ലാ കാര്യങ്ങളും തൂക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതൊരു വല്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പം എല്ലാ ഷവർമയിലും ഉള്ള ക്വാണ്ടിറ്റി ഏകദേശം സെയിം ആയിരിക്കും കേട്ടോ. ക്വാളിറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇവരുടെ ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. അതേപോലെ അവർ എന്താ പറയുക, ഹെഡിന് എന്തോ നമ്മൾ ബാൻഡ് ഇട്ടില്ലെങ്കിൽ പൈസ കുറയും, അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ അവിടെ. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു വേറെ വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു. മുടിയോ അങ്ങനെ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ പൈസ പോകുന്നോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതും ഹൈജീനിക് ആയിട്ട് നോക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഹൈജീനിക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ 200 രൂപയ്ക്ക് ഒരു ഷവർമ കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഇത് തോന്നും. പക്ഷേ ഇത് ഫുൾ മീറ്റ് ആണ്. ഇതിൽ കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. വായിൽ വെള്ളം വരുന്നുട്ടോ ഇതിപ്പോൾ പറയുമ്പോൾ. ഞാൻ വോയിസ് ഓവറാണ് ഇപ്പം കൊടുക്കുന്നത്. ഈ വോയിസിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നത്. അപ്പം ഇത് എനിക്ക് നല്ല നീറ്റായിട്ടുള്ള വെൽ പ്രസന്റബിൾ ആയിട്ടുള്ള, നമുക്കൊരു വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നും കഴിക്കാൻ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾ ഇടയ്ക്ക് ഒരു ഷവർമ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അൽത്താസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ബാംഗ്ലൂരേക്കൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ പുതുതായിട്ട് ബാംഗ്ലൂരൊക്കെ പോകുന്ന ആളാണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ നിന്ന് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ നമ്മൾ അറിയാത്തൊരു ഷോപ്പിൽ നിന്നൊക്കെ കയറി കഴിക്കുമ്പം എന്താ പറയുക, നമുക്ക് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ചൂസ് ചെയ്യാണ്. അത് നമ്മൾ വയറ് കേടാക്കുന്നത് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാട്ടോ. എങ്ങനെ സ്പെഷ്യൽ എങ്ങനെ? അടിപൊളിയാ. അതുള്ളൂ, വേറെ ഒന്നും പറയില്ല. ഓക്കെ, ഞാൻ മറ്റൊന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുതരാം.
സ്വീറ്റാട്ടോ ഓക്കെ, കുഴപ്പമില്ല, രസമുണ്ട്. ആയിക്കോട്ടെ. ഇടയ്ക്കൊന്ന് കഴിക്കാം. പിന്നല്ലോ ഫുൾ മീറ്റാണ് എനിക്കിഷ്ടം. സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ ഉള്ളത്? ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് കേട്ടോ സ്പെഷ്യല്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വന്ന് ട്രൈ ചെയ്യാനുള്ള ബെസ്റ്റ് സ്പോട്ടാട്ടോ. ബാംഗ്ലൂർ വന്നാലും ഷവർമ്മ പ്രോപ്പറായിട്ട് വിശ്വസിച്ച് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ഇത് ബാംഗ്ലൂർ എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇവർക്കുള്ളത് കോർമംഗലയാണ് ഒന്നുള്ളത്, പിന്നെ ബ്രൂഫീൽഡ്. നമ്മളിപ്പം ബ്രൂഫീൽഡിലാണ് കഴിക്കുന്നത്. കോർമംഗല, ബ്രൂഫീൽഡ് കേട്ടോ, ഈ 2 ലൊക്കേഷനാണ് അവർക്കുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ കോഴിക്കോടുണ്ട്, എറണാകുളം ഭാഗത്തൊക്കെ ഉണ്ട്. കഴിച്ച് നോക്കാം. അത്യാവശ്യം നല്ല സാധനം കേട്ടോ. ഇവിടെ ഒരുപാട് മലയാളീസ് വന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ള ഷവർമ്മ കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നാട്ടിൽ കുറച്ചുകൂടി നമ്മൾ അങ്ങനെ ഏത് ഷോപ്പിൽ വേണം കഴിക്കാമല്ലോ. ഇവിടെ അങ്ങനെയൊക്കെ പോയിട്ട് വെച്ച പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലുള്ള ഫസ്റ്റൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് ഇങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളിൽ കയറി കഴിക്കുക, അറിയുന്ന ഷോപ്പുകളിൽ കയറി കഴിക്കാം കേട്ടോ. അപ്പോൾ അതാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ഷവർമയും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ നമ്മൾ ചായ കുടിക്കാനായിട്ടോ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഒരു കോളേജിൻ്റെ അടുത്താണ്. കോളേജിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മറന്നുപോയി. അപ്പോൾ ഒരുപാട് തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കാണ്. ആ ഏരിയയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വരേണ്ട വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കടികളൊക്കെ തീർന്നു പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രത്തോളം കടികൾ ഇട്ടിട്ട് എനിക്കിന്നെ തലയിറങ്ങിപ്പോയി. അപ്പോൾ എത്രത്തോളം ഉണ്ടായിരുന്നേനെ എന്നാണ്. ഇവരൊക്കെ ഭയങ്കര ഫണ്ണി ആയിരുന്നു കേട്ടോ. കുറച്ച് ചായയൊക്കെ അടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞത് വീഡിയോ എടുക്കാൻ. ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ ഇവരൊക്കെ. അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടുകാരാണ്. ഐ മീൻ കേരളക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ തലശ്ശേരി ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. കണ്ണൂർ, തലശ്ശേരി ഭാഗത്ത് എവിടെയോ ആണ് എന്തായാലും. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കാര്യം. അപ്പോൾ ഇവിടെ നല്ലൊരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് തിരിച്ച് പോവാട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു. എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ബാംഗ്ലൂർ ആണ് കേട്ടോ നൈറ്റ് ഇത് വരുന്നത്. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരെ ഡെഫിനറ്റ്ലി നോക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലായിട്ട് ഞാൻ പെട്ടെന്ന് വരാം ട്ടോ. കുറച്ച് ലേറ്റായി പോയി. അത് എന്താ പറയുക, 1 മാസത്തിൽ മേലെയായി. ഇപ്പം 1, 1.5 മാസത്തിൽ മേലെയായി നമ്മളിപ്പോൾ പോയി വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം ട്ടോ.